ബാബുട്ടിക്ക അസ്സലാമലൈക്കും. സലാം. എന്താണ് എന്ത്? അത് കടന്ന് കിട്ടിയതാണ്. ഓ ഭാഗ്യം. ഇതാണ് പറയില്ലേ കണ്ണി കൊള്ളാനുള്ളത് കവിളത്ത് കൊണ്ടുവന്ന് രക്ഷപ്പെട്ടില്ലേ? കണ്ണിലായിരുന്നു പോയില്ലേ? പോയില്ലേ? കണ്ണിലാളെ വെച്ചു പോയിണ്ടാവും. ഞങ്ങള് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വന്നാണ്. എന്ത് സർട്ടിഫിക്കറ്റ്? കടന്നല് കുത്തിയതിന്റെ. കടന്നല് കുത്തിയതിന് എന്തിന് സർട്ടിഫിക്കറ്റ്? ഇനിയിപ്പോ എന്നെ കടന്നല് കുത്തിയെന്ന് സർട്ടിഫിക്കറ്റ് അടിച്ചു വായിച്ച ആൾക്കാരെ അറിയിക്കാനാ. വേറെ പണിയൊന്നുമില്ല. അങ്ങനെയല്ല. പിന്നെ കടന്നല് കുത്തിയുണ്ടെങ്കിൽ പൈസ ഇട്ടൂലു. എവിടുന്ന്? വനം വന്യജീവി വകുപ്പിന്ന്. എന്റെ മോളെ, അവിടെ നിന്നൊക്കെ പൈസ കിട്ടണമെങ്കിൽ വല്ല കാട്ടുപോത്തോ ആനയോ അങ്ങനെ വല്ല വന്യമൃഗങ്ങൾ കുത്തണം, എന്തായാലേ പൈസ കിട്ടുള്ളൂ. അങ്ങനല്ല, ഈ കടന്നല് കുത്തി ഉണ്ടെങ്കിൽ 1 ലക്ഷം റുപ്യ ഇട്ടു. ഇനി കുത്തി മരിച്ചോണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യ ഇട്ടു. സുധി പറഞ്ഞേ എന്തോ മന്ത്രിസഭാ യോഗത്തില് തീരുമാനമായി, പത്രത്തിലോ വായിച്ചെന്നൊക്കെ പറഞ്ഞേ. എന്നാ പിന്നെ ആ പൈസ മേടിച്ചോ, കളയണ്ട. അല്ല, ഇതിന് സർട്ടിഫിക്കറ്റ് വേണോ? അതിപ്പോ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അല്ല, ഡോക്ടറെ അടുത്ത്. അതിന് ഡോക്ടറെ അടുത്ത് പോകണ്ടേ പാപ്പുട്ടിക്ക്? അതിന് ഇവിടെ വന്ന് നിന്നാല് ഡോക്ടറെ അടുത്ത് പോയി 2-3 ദിവസമായി ഞാൻ നെട്ടോട്ടത്തിലാണ്. ആദ്യം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ആ പാതിരാജല്ലേ, ഡോക്ടർ പാരിജാതൻ. അങ്ങനെ ഡോക്ടർ ഉണ്ടോ ഇവിടെ? ഞാൻ പുതിയ ആരെങ്കിലും ആയിരിക്കും. ഞാൻ ആദ്യം കടന്നില് കുത്തിയപ്പോ പാതിരാജനെ കാണാൻ വേണ്ടി പോയി. അന്ന് സർട്ടിഫിക്കറ്റ് തന്നില്ല. പിന്നെ 2 ദിവസം ഞാൻ പോയപ്പോ ഡോക്ടർ അവിടെ ഇല്ല. അയാളൊക്കെ കോൺഫറൻസിനൊക്കെ പോയി എന്നാണ്. ഇത് ഞാൻ പോകുമ്പോ അയാൾ ഉണ്ടാവില്ല, അയാൾ വരുമ്പോ ഞാൻ ഉണ്ടാവൂല. അങ്ങനത്തെ താലിയും പാലും ഇല്ലാത്ത കാര്യം. ബാപ്പുട്ടിക്ക വിഷമിക്കണ്ട, ഞാനേ ആ ഡോക്ടറെ കണ്ടോളാം. അല്ല അങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടാവൂല. ഡോക്ടറെ കാര്യം ഞാൻ ഏറ്റു. ഒരു സെക്കൻഡ്. നമസ്കാരം ഡോക്ടറെ, ഞാൻ ജില്ലാ പഞ്ചായത്ത്. ഒരു സെക്കൻഡ്. അപ്പോൾ ഡോക്ടറെ ഇല്ല, ഇന്നലെ ആരോഗ്യമന്ത്രിയും ഞാനും കൂടെ സംസാരിച്ചു. അപ്പം മൂപ്പര് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഫൈനൽ ലിസ്റ്റാക്കാൻ ഞാനും കൂടെ ചെല്ലണമെന്ന് അറിയാൻ നിർബന്ധം. അല്ല, അതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട്. 1-2 ഡോക്ടർമാരെ കൂടെ എടുത്ത് മാറ്റാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, അതും കൂടെ ആയിട്ടേ ഫൈനൽ ലിസ്റ്റ് ആക്കൂ. ഓക്കെ ഡോക്ടറെ, ഞാൻ വിളിച്ചോളാം, വിഷമിക്കണ്ടെന്നേ. പിന്നെ പരിചിതൻ ഡോക്ടറെ, ഡോക്ടറെ ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാണ്. അതായത് പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത അത്ര സ്നേഹമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബാപ്പൂട്ടി എന്ന് പറഞ്ഞിട്ട്. 2 ദിവസം മുമ്പ് ഡോക്ടറെ ഒന്ന് കണ്ടിരുന്നു. അയാൾ ഈ കടന്നലെന്തോ കുത്തിന്നോ തേനീച്ചോ കടന്നൽ എന്തോ കുത്തിന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തായിരുന്നത്. മരുന്ന് കൊടുത്ത് അത് ഓക്കെ, മരുന്നല്ല ഇപ്പൊ പ്രശ്നം. ഡോക്ടർക്ക് അയാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അല്ല സാറേ, ഇതിപ്പോ കടന്നലാണോ തേനീച്ചയോ കുത്തിയ? പിന്നെ എൻ്റെ ഡോക്ടറെ ഒരു കടന്നലിനോട് ചോദിക്കാണ്, കടന്നല്ലേ നിങ്ങളാണോ ബാപ്പുട്ടിക്ക് കുത്തിയെന്ന് വെച്ചാൽ അത് മറുപടി പറയുമോ? തേനീച്ചയോട് ചോദിച്ചാൽ അത് മറുപടി പറയുമോ? ഇല്ലല്ലോ. പിന്നെ ഇനിയിപ്പോ കടന്നലെന്നോ തേനീച്ചെന്നോ ഡോക്ടർക്ക് ഏതിനോടാണോ കൂടുതൽ സ്നേഹം അതങ്ങ് എഴുതിക്കോ, അത് കുത്തി എന്നങ്ങ് എഴുതിക്കോ. അല്ല മന്മൻ സാറേ, നിങ്ങളെ പോലുള്ളവരിത് മനസ്സിലാക്കണം. ഇപ്പൊ പുള്ളിക്ക് അങ്ങനെ ചികിത്സാ സഹായം കിട്ടേണ്ട പോലത്തെ സീരിയസ് കേസൊന്നും ഇല്ല. അത് ഒരാഴ്ച കൊണ്ട് അത് ക്ലിയർ ആയി. ഡോക്ടറെ, നമ്മൾ ഊണ് കൊടുത്തില്ലെങ്കിൽ ഊട്ട് വരെ കാണിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. സംഗതി എനിക്ക് ഒരുപാട് ഉപകാരപ്പെടേണ്ട ആൾക്കാരാണ്. ഇലക്ഷന് കുറേ വോട്ടുണ്ട് ആ വീട്ടിൽ, മനസ്സിലായോ? അതുകൊണ്ട് ഡോക്ടർ പേടിക്കണ്ട, ഡോക്ടർക്ക് ഒരു ദോഷവും വരില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. അല്ല സാറേ, അതിൻ്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ട് അപ്പോൾ അവർക്കത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ വേറെ ഡോക്ടറുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് അത് പറഞ്ഞ് എഴുതിപ്പിച്ച് കൊടുക്കാം. പക്ഷേ ഡോക്ടർക്ക് ഇത് ചെയ്തു തരാൻ പറ്റില്ല, അതിൻ്റെ മുഖത്ത് നോക്കി പറയണം. പറയോ? എന്താ മന്മാൻ സാർ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കൊടുക്കാം. പാവങ്ങൾ 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെന്നേ. നമ്മളെന്തിനാ ഇനിയിപ്പോൾ അതിൽ കിടന്നേ? കൊടുക്കാം. വിളിക്കുന്ന അടുത്ത ആരോഗ്യവകുപ്പ് ചെയ്തല്ലോ. ഇനി എല്ലാ കാര്യത്തിലും ഞാൻ വേണം. ഹലോ. ഇല്ല ആ ഡോക്ടറുടെ പേരൊന്നും ലിസ്റ്റിൽ വന്നിട്ടില്ല. വരുത്തണോ? വേറെ പലരെയും വരുത്തേണ്ടി വരും. നിങ്ങൾ ഇല്ല വരാതെ ഞാൻ നോക്കണം. വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും കൊടുക്കാൻ പറ്റുന്നില്ല സമയത്ത്. അയാൾ കടന്നൽ കുത്തിയതിന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുകയാണ്.
എങ്ങനെ നമ്മുടെ രാജ്യം നന്നാവും? എന്താ സർട്ടിഫിക്കറ്റാണ് ഇതെന്തിൻ്റെ? തേനീച്ച കുത്തിയ കടന്നല് കുത്തിയതിന്റെ കടന്നൽ കുത്തിയ കടുന്നല കുത്തിയന്റെ സർട്ടിഫിക്കറ്റോ? ഇതെന്തിനപ്പ എനിക്കെന്ന്? അല്ല, ഈ കടന്നല് കുത്തിയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം റുപ്യ ചികിത്സാ ചെലവിന് കിട്ടൂ, ഇനി മരിച്ചുണ്ടെങ്കിൽ 10 ലക്ഷം കിട്ടൂന്ന് പറഞ്ഞേ. അപേക്ഷ തരൂ. അപേക്ഷ കൊണ്ടോന്നില്ല. അപേക്ഷ കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല. അല്ല അത് കുഴപ്പമില്ല, പതുക്കെ തന്നാ മതി. പൈസ പെട്ടെന്ന് കിട്ടുമോ? അല്ല അത് അപേക്ഷയൊക്കെ തന്ന് നമ്മൾ നോക്കട്ടെ. ആയിക്കോട്ടെ. ഇതിപ്പോ എന്താ, ഇത് കുത്തിയിട്ട് വല്ല അംഗവൈകല്യം എന്തെങ്കിലും സംഭവിച്ചാ? അംഗവൈകല്യം സംഭവിച്ചോന്ന് വെച്ചാൽ കടന്നൽ കുത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോ ഈ പ്ലാസ്റ്റർ കാരണം താഴത്തൊന്നും കാണില്ല. അതിപ്പോ ഈ പ്ലാസ്റ്റർ ഊരി കഴിഞ്ഞാലേ ശരിയായിക്കോളും. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല. കടന്നല് കുത്തിയ വേദന മാറി. കടന്നല് കുത്തിയതിന് ഇഞ്ചക്ഷൻ വെച്ചിന് ആ ചന്തിക്ക് ആ വേദന മാറില്ലാന്ന്. അല്ലേ, നിങ്ങളിപ്പോ എന്തിനാ ഈ പ്രായത്തിൽ ഇപ്പൊ കാട്ടിലേക്കൊക്കെ പോയത് ഈ കടന്നലിന്റെ കുത്തുകൊള്ളാൻ? അല്ല, നമ്മൾ കാട്ടിൽ പോയതല്ല, നമ്മളെ പറമ്പിൽ ഓലമടൽ വലിച്ചിടുമ്പോ അവിടുന്നാണ് കുത്തിയത്. ഓ, അല്ല അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ കാട്ടിൽ തന്നെ കുത്തണമെന്നൊന്നുമില്ല. തേനീച്ചായാലും കടന്നലായാലും നാട്ടിൽ നിന്ന് കുത്തിയാലും നമുക്ക് കാശിന് അപേക്ഷിച്ചാൽ കിട്ടും. അല്ല, കഴിച്ചില്ലായി. പെട്ടെന്ന് കിട്ടിയ പോലെ പൈസ. അല്ല അതങ്ങനെ അത്ര പെട്ടെന്ന് കിട്ടില്ല. ഇതിപ്പോ മന്ത്രിസഭയിൽ തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി ഈ തീരുമാനം ക്യാബിനറ്റിന്, അതായത് ബന്ധപ്പെട്ട വകുപ്പിന്റെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറും. അതിനൊക്കെ ഓരോ കാത്തക്കൊണ്ട് അതങ്ങോട്ട് നമുക്ക് കൂടി തന്നാ പോരെ കൈമിലി. അതങ്ങനെ കൈമാറിയാലും നമുക്ക് കിട്ടില്ല. പിന്നെ ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടിയിട്ട് പരിശോധിച്ചു ഒപ്പിടും. അല്ല, എന്നാ പാപ്പം കിട്ടും. ഇല്ലില്ല, ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ധനകാര്യ വകുപ്പിന് കൈമാറും. എന്നിട്ട് ധനകാര്യ വകുപ്പ് ബന്ധപ്പെട്ട മന്ത്രിമാരായിട്ടും നേതാക്കന്മാരായിട്ടും ഈ വകുപ്പിലെ ഉന്നത ഓഫീസർമാരുമായിട്ട് ചർച്ച നടത്തി ഇതാരെ കൊണ്ട് കൊടുപ്പിക്കണം എന്നൊരു തീരുമാനത്തിലെത്തും. എന്തിനാ ഈ ആരെ കൊണ്ട് കൊടുപ്പിക്കണം എന്നുള്ള തീരുമാനത്തിന് നിങ്ങൾ എത്തുന്നത്? അത് നമ്മൾ അവിടെയുള്ള പഞ്ചായത്തിലെ ആരെയും പ്രസിഡന്റിനെ കൊണ്ട് തന്നേച്ചാ പോരെ? അല്ല, അതിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റോ ഇനിയിപ്പോ വലിയ ഓഫീസറോ MLA മന്ത്രി ആർക്ക് വേണേ കൊടുക്കാം. പക്ഷെ അത് കൊടുക്കണമെങ്കിൽ ഖജനാവിന് പൈസ വേണ്ടേ? അപ്പൊ പൈസ ഇല്ലാതെ ഇത് തീരുമാനമാക്കിയത്? അല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ പണം അനുവദിച്ചതുണ്ട്. അത് വനസംരക്ഷണത്തിനും വന്യജീവി സംരക്ഷണത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ ഈച്ചക്കുത്ത് എന്ന് പറയുന്നത് പുതിയ നിയമമാണ്. അതിന് വക മാറ്റാനുള്ള ഫണ്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 7 മാസത്തിന്റെ ഉള്ളിലെ ചിലപ്പോൾ ഓർഡർ വരും. അപ്പൊ അത് കിട്ടണമെങ്കിൽ 7 മാസം കഴിയും. അല്ല, നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? മുൻകാല പ്രാബല്യമില്ല. 7 മാസം കഴിഞ്ഞ് ഈ ഓർഡർ വന്നിട്ട് കടന്നല് കുത്തിയവർക്ക് മാത്രമേ കിട്ടൂ. വല്ലാത്തൊരു ഇടങ്ങറായിപ്പോയില്ല. എന്തൊക്കെയാണ് 1 ലക്ഷം ഉറുപ്പ്യ ജീവിതത്തിൽ ഞാൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ സാധനം ചെയ്യാത്ത നിങ്ങളൊക്കെ കൂടി പിടിച്ചുകൊണ്ട് കുണ്ടിക്ക് കുത്തിയും വെച്ച് ഒക്കെ കൂടി അലാക്കിൻ്റെ അവിലും കഞ്ഞിയായി. എന്തൊക്കെ കഥയാണ്. ആ മറ്റേ ചങ്ങായില്ലേ, ആ ഡോക്ടർ, ഓൻ്റെ അടുത്ത് പോയി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഓൻ്റെ കണ്ണും മോറും കണ്ട് ഓനൊരു കടലാസിൽ ഒപ്പിടാ. ഓൻ്റെ വിചാരം എന്തേന്? ഇവിടെ വന്നപ്പോൾ ഇയാളെന്ത് ക്യാരം ബോർഡ് കളിക്കുന്നതിൽ അങ്ങോട്ട് കൊണ്ട് തട്ടിക്കളിക്കുക. എന്താണിത്? ഞാനൊരു മനുഷ്യനല്ലേ. ഞാനേ നിങ്ങളോട് നിങ്ങൾ വർത്താനം നിർത്തി. സർക്കാർ കാര്യമാണ്, അത് മുറ പോലെ നടക്കും. അതിൻ്റെതായ സമയം. എന്നാ സർക്കാർ കാര്യം അവിടെ കേട്ടോ. നിങ്ങൾ വെറുതെ വലിച്ചു നീട്ടി വർത്താനം പറഞ്ഞ. നമ്മൾ ചുരുക്കിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ വനവകുപ്പുകാരുണ്ടല്ലോ, ഈ വനത്തിൽ പോകുമ്പോ ഈ കുറെ ചന്ദനും മറ്റേ ഈ തേക്കും ഒക്കെ അടിച്ചു മാറ്റല്ലോ, കക്കല്ലോ. ആരെന്നുള്ളൊരു അത്ഭുതമൊന്നും വേണ്ട. അത് നിത്യം നടക്കുന്ന കാര്യം ഞമ്മക്കറിയാം. ഞാൻ പേപ്പറൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളാ. നിങ്ങൾ ഈ ചന്ദനം മോഷ്ടിക്കാനും മറ്റോ മോഷ്ടിക്കാനൊക്കെ പോകുന്ന സമയത്ത് കടന്നല്ലുണ്ടാവില്ല കാട്ടിൽ. ഈ കാട്ടിൽ നിന്ന് കടന്നലിനെ പിടിച്ചിട്ടേ ഈ നിയമസഭയിൽ കുറെ മന്ത്രിമാരൊക്കെ പോത്തിക്കാണ്ട് വെള്ളിയൊക്കെ ഇട്ടുകൊണ്ട് പാൽക്കമ്പനി പണിയുള്ള ആൾക്കാരുമായിട്ട് ഇതുകൊണ്ടല്ലേ പറഞ്ഞു. അവിടെ ഈറ്റിങ്ങളെ ഈ കടന്നലിനെ പിടിച്ചിട്ട് മന്ത്രിമാരെ മേത്തേക്ക് അങ്ങോട്ട് ഇല്ല. എന്തിന്? ഈ കുത്ത് കിട്ടേണ്ടവന് കുത്ത് അങ്ങോട്ട് കിട്ടുമ്പോൾ ഓർഡർ ഉണ്ടല്ലോ, താനേ അങ്ങോട്ട് പാസ്സായിക്കോളും.